ആകുമ്പേ ഞങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല. രാത്രി മുഴുവനും മഴ പെയ്തിട്ടും അത് രാവിലെയും തുടർന്നുകൊണ്ടിരുന്നു. ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മണി റിസർവോയർ. നല്ല തണുത്ത മഴയും കൊണ്ട് ആകുമ്പേ കാടുകളിലൂടെയുള്ളൊരു യാത്ര. മണി റിസർവോയർ ഒരറിയപ്പെടുന്ന ഒരു സ്ഥലമല്ല. ഈ ട്രിപ്പിൻ്റെ റൂട്ട് പ്ലാനർ ഞാനായതുകൊണ്ട് കുറച്ച് സാഹസികതയും ജിജ്ഞാസയും കൂട്ടാൻ വേണ്ടി അധികം ആരും അറിയാത്ത ഉൾക്കാടുകളിലാണ് ഞാൻ ഡെസ്റ്റിനേഷനായി കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മണി റിസർവോയറിലേക്കുള്ള വഴി എന്നെ ഒന്ന് ഭയപ്പെടുത്തി. കാടിനുള്ളിലൂടെയുള്ളൊരു കോൺക്രീറ്റ് റോഡ്, എപ്പോൾ വേണമെങ്കിലും വഴുതി വീഴാം. പക്ഷേ ഒരു വന്യമൃഗം വന്നാൽ ഒന്ന് തിരിഞ്ഞോടാൻ പോലുള്ള ഗ്യാപ്പില്ല. ഞാനാണെങ്കിൽ ഓഫ് റോഡ് ബൂട്ടിലും. ഓടിയാലും എന്നെ അത് ഈസിയായി പിടിച്ച് കറി വെച്ചോ ബാർബിക്യോ ആയോ തിന്നും. ഭയം ഉള്ളിലുള്ളത് ഒട്ടും മുഖത്ത് കാണിക്കാതെ ഇവിടെയൊക്കെ ഞാൻ ഇതിനു മുമ്പ് വന്നതുപോലെ ഒരു എക്സ്പ്രഷനും ഇട്ട് മുൻപോട്ട് പോകാൻ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ മണി റിസർവോയറിൻ്റെ ഒരു വഴി ഞങ്ങൾ കണ്ടെത്തി. തീർത്തും ഒറ്റപ്പെട്ട ഒരു സ്ഥലം. മഴ ഒന്ന് നിന്നതുകൊണ്ടാവാം കാടിൻ്റെ ഒരു വന്യത അതിൻ്റെ ശബ്ദത്തിലൂടെ അറിയാൻ തുടങ്ങി. അങ്ങ് ദൂരെ നിന്നും ഒരു മീൻപിടുത്തക്കാരൻ ഒരു കൊട്ടവഞ്ചിയായി വരുന്നത് കണ്ടു. ഞങ്ങളല്ലാതെ വേറെ ഒരു മനുഷ്യനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ കുറച്ച് സൗഹൃദ സംഭാഷണങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു. കുറച്ച് കന്നഡ ഞങ്ങൾ ഗൊത്തിയപ്പോൾ ചേട്ടന് മനസ്സിലായി ഞങ്ങൾ മലയാളികളാണെന്ന്. പിന്നെ ചേട്ടൻ കുറച്ച് മലയാളത്തിൽ ഗൊത്തി തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ സ്ഥലത്തിൻ്റെ ശാന്തതയിൽ നിന്നും ഞങ്ങൾക്ക് വിട്ടുപോരാൻ തോന്നുന്നില്ല. പക്ഷേ ഇന്നു മുഴുവനും ഇതുപോലുള്ള കാഴ്ചകൾ തന്നെയാണ്. വീണ്ടും പാടങ്ങളും മലകളും നിറഞ്ഞ ഒരു വിജനമായ റോഡിലൂടെയുള്ളൊരു യാത്ര. തോടുകളും അരുവികളും കടന്ന് ഈ യാത്ര കുടജാദ്രി മലയുടെ അടുത്ത് കിടക്കുന്ന സാവെഹാക്കലു ഡാമിലേക്കാണ്. മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു മലയുടെ മുകളിലേക്ക് ഞങ്ങൾ പതുക്കെ കയറി. കാടിൻ്റെ സൗന്ദര്യവും തീവ്രതയും ഒരു തരത്തിൽ എക്സ്റ്റസിയാണ്. പതുക്കെ വായിച്ച് നീങ്ങുന്ന ഒരു ത്രില്ലർ നോവൽ പോലെ.